വടക്കൻ കേരളത്തിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ മീഞ്ചന്ത വാർഡിലെ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയറും അതേപോലെ തന്നെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ CP മുസാഫർ അഹമ്മദാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെ പോകുന്നു? എങ്ങനെയായിരുന്നു പ്രചരണ പരിപാടികളെല്ലാം? ഓരോ ഘട്ടം പിന്നിടുമ്പോഴും കൂടുതൽ ആവേശത്തോടെ LDF പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആവശ്യകരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാം. BJPക്ക് ഒരു സ്വാധീനമുള്ള വാർഡാണ് പൊതുവെ മീഞ്ചന്ത. അപ്പം എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ? ഇവിടെ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? നല്ല തയ്യാറെടുപ്പാണ്. പിന്നെ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തയ്യാറെടുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടി സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നു, മറ്റു പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് തയ്യാറെടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, പ്രവർത്തകർ കമ്മിറ്റിയായി നേരത്തെ തുടങ്ങി, നമ്മളൊന്നിച്ച് ആഴ്ചകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ വാർഡിൽ LDF മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ? ഇവിടെ വികസന മുരടിപ്പുണ്ടോ? എങ്ങനെ അവസ്ഥ? വികസനം നടക്കുമ്പോൾ മുരടിപ്പുണ്ടാവില്ലല്ലോ. വികസനം നന്നായി നടക്കുന്ന നഗരമാണ് കോഴിക്കോട്. ഈ വാർഡും പിന്നെ നല്ല നിലയിൽ പേര് മീഞ്ചന്തയാണെങ്കിലും പയ്യാനക്കൽ വാർഡിൻ്റെ പിന്നെ അതിർത്തിയാണ് കൂടുതലുള്ളത്. ഈ ഒരു 60-70% അല്ലേ? അതെ. ബാക്കി വരുന്നത് മീഞ്ചന്ത വാർഡിൻ്റെ. 2 പ്രദേശത്ത് ഞാൻ വോട്ടിന് ചെന്ന സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ വ്യത്യസ്തമായ അനുഭവമാണുള്ളത്. അത് പയ്യാനക്കൽ മേഖലയിൽ ഇപ്പോൾ ധാരാളം ലൈഫ് വീടുകൾ നമുക്കിവിടെ കൊടുക്കാൻ കഴിഞ്ഞു. മറ്റു ഭാഗത്ത് താരതമ്യേന ഇതെല്ലാം കുറവാണ്. അപ്പോൾ മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തത ഈ 2 ഭാഗത്തും കാണുന്നുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ സൗജന്യ വാട്ടർ കണക്ഷൻ സിറ്റിയിൽ ഇത്രയധികം കൊടുത്തിട്ടും താരതമ്യേന ആ മേഖലയിൽ അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറവുകൾ അവിടെയുണ്ട്. അപ്പോൾ മീഞ്ചന്ത എന്ന് പേരുള്ള ആ വാർഡ് BJP ജയിച്ചു വന്ന ഒരു വാർഡാണ്. ഇപ്പോൾ അതിൻ്റെ പേര് 39. ഏതായാലും മീഞ്ചന്ത BJP ജയിക്കില്ല, ഉറപ്പാണ്. കൂടുതൽ വോട്ടുകൾ ആ മേഖലകളിൽ നിന്നും LDF നേടും. മീഞ്ചന്ത LDF നല്ല നിലയിൽ മുന്നോട്ട് പോകും. വികസനത്തിൻ്റെ ഒരു തുടർച്ച കോഴിക്കോട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ജനങ്ങളോട് കേട്ടും അങ്ങോട്ട് പറഞ്ഞും വികസനത്തിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ഉറപ്പുകൊടുത്തും കാര്യങ്ങൾ ഏറ്റെടുത്തും മുന്നോട്ട് പോകണം. അതേപോലെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒക്ടോബർ 27 പ്രസിദ്ധീകരിച്ചല്ലേ? പരസ്യമായ വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചല്ലേ? അപ്പോൾ അത് വീടുകളിൽ സാധാരണ ഇലക്ഷൻ കാലത്ത് ജനങ്ങളുടെ കയ്യിലുള്ള ആശയ പ്രചരണത്തിന് കിട്ടുന്ന കാര്യങ്ങൾ പരസ്പരം വീടുകളിൽ എത്തിക്കുന്നു. ഇനി പ്രവർത്തകർ തന്നെ എത്തിച്ചാലും ഇത് എന്ത് മഹാ അപരാധമാണ്, അത് എന്ത് തെറ്റാണുള്ളത്? തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു ഔദ്യോഗികമായ പ്രത്യേക പ്രസിദ്ധീകരണം പുറത്തിറക്കാൻ പാടില്ല. ഒരൗദ്യോഗികമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി ഒരു കാര്യങ്ങളും പ്രചരണം നടത്താൻ പാടില്ല. അതുപോലെ മതസ്പർദ്ധയും വിശ്വാസവും ഒക്കെ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പാടില്ല. 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് രാഷ്ട്രീയമായ ഒരു വാചകമേ ഇല്ല. 75 കൗൺസിലർമാരും UDF, LDF, BJP കൗൺസിലർമാരുടെയൊക്കെ പടങ്ങളും അവരുടെയൊക്കെ വാർഡുകളിലും കോഴിക്കോട്ട് നടന്ന വികസനത്തിൻ്റെ ഒരു മുന്നേറ്റം അത് ജനങ്ങൾ മനസ്സിലാക്കാനായി നടന്ന പ്രവർത്തനങ്ങൾ 27-ാം തീയതി പുറത്തിറക്കിയാണ്. അത് ഇപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് വീടുകളിൽ എത്തിക്കുന്ന ഇലക്ഷൻ ചട്ടം ലംഘനം എന്താണെന്ന് മനസ്സിലാകുന്നത്. ചട്ടം ലംഘിക്കുന്നവരപ്പുറമുണ്ട്. മതവും വിശ്വാസവും ഒന്നും തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് നിൽക്കെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ടിന് വേണ്ടി മതം വിശ്വാസമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ അപ്പുറം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നം ഇപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ വികസനമാണ്. അത്തരം കാര്യങ്ങളിൽ ഇതൊന്നും യാതൊരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ല. എല്ലാ പ്രോഗ്രസ് റിപ്പോർട്ടും ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ്റെ UDFും BJPയും പറയുന്നത് പതിറ്റാണ്ടുകളായുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടതുപക്ഷ ഭരണം അട്ടിമറിക്കുന്നതാണ്. UDFിൻ്റെ സ്വപ്നത്തിന് എന്ത് കാര്യമുള്ളത്? 33 സീറ്റ് കിട്ടിയ UDF എവിടെ പോയി എന്നുള്ളത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ? 33 സീറ്റ് വരെ നേടിയില്ലേ? ആ സീറ്റ് നേടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഒരിക്കലും നേടില്ല. BJP ആ എണ്ണം കിട്ടുമോ തെരഞ്ഞെടുപ്പിൽ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എല്ലാവരും മത്സരിക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവർ. അത് തെറ്റായ കാര്യമില്ല. നടക്കുന്നത് എന്താണ് എന്ന് വോട്ട് കഴിഞ്ഞിട്ട് പറയാം. LDFന് വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അമ്പിച്ച ആത്മവിശ്വാസം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട് LDF ഉള്ളത്. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.